ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഈ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. നമ്മുടെ കമലയ്ക്ക് എങ്ങനെയെങ്കിലും ഇപ്പൊ ഹരീനെ ഒന്ന് പുറത്തിറക്കിക്കൊണ്ട് വന്നാൽ മതിയെന്നേ ഉള്ളൂ. മനുവിനോടൊന്ന് കാര്യമായിട്ടൊന്ന് സംസാരിക്കുക. ദേ ശിവേട്ടൻ സംസാരിച്ചാൽ മാത്രമേ മനു കേൾക്കത്തുള്ളൂ. ഒന്ന് സംസാരിക്കാനൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സംസാരിക്കാന്ന് പറഞ്ഞ് നമ്മുടെ ശിവൻ പറഞ്ഞു കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ നിവർത്തിയില്ല. നമ്മുടെ വൈജലല്ല സോറി കമല അവിടെ നിന്ന് തല തിന്നും ശിവന്റെ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ ബബിത ഇങ്ങനെ ഇരിക്കുകയാണെ. ബബിത റൂമിൽ ഇങ്ങനെ ഫോണിനൊക്കെ ഇങ്ങനെ കുത്തിക്കൊണ്ട് ഇപ്പൊ ഫോൺ ഉപയോഗം ഒന്നും ഒത്തിരി ഇല്ല കേട്ടോ പുള്ളിക്കാരിക്ക്. എന്തോ ഫോൺ ഉപയോഗമൊക്കെ കുറച്ചെന്ന് തോന്നുന്നു. അങ്ങനെ ഇങ്ങനെ എന്തോ ഫോണിൽ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അങ്ങനെ റൂമിനകത്തേക്ക് ചെല്ലുകയാണ്, നമ്മുടെ അലീന കയറി ചെല്ലുകയാണ്. അപ്പൊ അലീന ചോദിച്ചു, അല്ല മോക്ക് ചായ വല്ലതും വേണോ കുടിക്കാനായിട്ട് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും വേണ്ട എനിക്ക് അലീനെന്നൊന്നും വിളിക്കുന്നില്ല, എനിക്ക് ചായ ഒന്നും വേണ്ടാന്ന് പറയാണ്. പറഞ്ഞു, എന്തു പറ്റി ഇങ്ങനെ ഇരിക്കുന്നത്? അതെ, നിന്നോട് അച്ഛൻ പറഞ്ഞ കാര്യം നീ സീരിയസ് ആയിട്ടൊന്ന് ചിന്തിക്കണം. ഒരു വർഷം പോകുക എന്ന് പറഞ്ഞാൽ അതത്രയ്ക്ക് ചില്ലറ കാര്യമൊന്നുമല്ലല്ലോ. നമ്മുടെ ഭാവിയുടെ കാര്യം തന്നെയല്ലേ. അതെ, ഇത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് കോളേജ് വരെയൊക്കെ എത്തി അത്യാവശ്യം പഠിക്കുകയൊക്കെ ചെയ്യും. അതിന് ഈ പ്രാവശ്യത്തെ പരീക്ഷ എഴുതുക, അത് മിസ്സാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അത് വലിയ കഷ്ടമല്ലേ. നിന്നെക്കുറിച്ച് അച്ഛനും അതുപോലെ തന്നെ നിന്റെ അമ്മയ്ക്കും ഒക്കെ ഒരുപാട് സങ്കല്പങ്ങളൊക്കെ ഇല്ലായിരുന്നോ? മാത്രമല്ല ഈ കാലത്ത് പെൺകുട്ടികൾക്ക് സ്വയമായിട്ടൊരു ജോലി ഇല്ലെങ്കിൽ ഭയങ്കര പാടാ മോളെ ജീവിക്കാനായിട്ട്. ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. അതുകൊണ്ടാ പറയുന്നത്, മോളൊരു കാര്യം ചെയ്യണം. മോള് പരീക്ഷ ഏതായാലും അടുത്ത ആഴ്ചയല്ലേ, അപ്പൊ അതിനു മുമ്പ് മോള് സ്കൂളിലേക്കല്ല സോറി കോളേജിലേക്ക് പോകണം. അപ്പോഴത്തേക്ക് നമ്മുടെ ബബിത പറയാണ്, ചേച്ചി അതിന് എനിക്ക് ചേച്ചി എന്നല്ല, എനിക്ക് അതിന് പറ്റൂന്ന് തോന്നുന്നില്ല. എല്ലാവരെയും ഫേസ് ചെയ്യണ്ടേ, അതെങ്ങനെ ഫേസ് ചെയ്യാനാ? എല്ലാവരും പറയുന്നത് റേപ്പ് ലിസ്റ്റിൽ പെട്ട രോഹിത്തിന്റെ പെങ്ങളെന്നല്ലേ ഞാൻ അറിയപ്പെടുകയുള്ളൂ. അവിടെയുള്ള എന്റെ കൂട്ടുകാരെല്ലാവരും എന്നോട് ചോദിക്കും, അതിനൊക്കെ ഞാൻ എന്തു മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആരാ പറഞ്ഞത് റേപ്പ് ലിസ്റ്റിൽ പെട്ട രോഹിത്താണെന്ന്? അതെ, രോഹിത്തിന്റെ ഫോട്ടോ സഹിതം പത്രത്തിൽ അടിച്ചു വന്നതാ. അവന് ജാമ്യം കിട്ടിയത് അവൻ നിരപരാധി ആയതുകൊണ്ട് തന്നെയാണെന്ന്. പിന്നെ സോഷ്യൽ മീഡിയയിലും ഒക്കെ വന്നതല്ലേ. ദേ മോൾ എന്തിനാ വിഷമിക്കുന്നത്? മോൾ എന്തിനാ അതിനെക്കുറിച്ച് ഓർത്ത് ബോധേടാകുന്നത്? മാത്രമല്ല ഇനിയിപ്പൊ റേപ്പ് ലിസ്റ്റിൽ പെട്ട രോഹിത്തിന്റെ പെങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് മോക്ക് ജീവിക്കണ്ടേ, പഠിക്കണ്ടേ? മോക്ക് ജീവിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ മോൾ എന്ത് ചെയ്യണം? തല ഉയർത്തി പിടിച്ച് തന്നെ നടക്കണം. രോഹിത്തിനെ കുറിച്ച് ആരും ഒന്നും മോളോട് ചോദിക്കാൻ പോകുന്നില്ല. അവിടെ നിന്നും ഇവിടെ നിന്നും ആൾക്കാർ ഓരോന്ന് പറയുമെന്നല്ലാതെ നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവുമോ? ഇനി അങ്ങനെ ആരെങ്കിലും മോളോട് ചോദിക്കുകയാണെങ്കിൽ മോള് ഒരു കാര്യം ചെയ്യാം, പത്രത്തിലെ ആ ഫോട്ടോയും അതും എല്ലാം വെട്ടി മോളുടെ കൈ വെച്ചാൽ എന്നിട്ട് അത് പറഞ്ഞേരെ, എന്റെ ഏട്ടൻ റേപ്പ് ലിസ്റ്റിൽപ്പെട്ട പ്രതിയല്ല, എന്റെ ഏട്ടൻ നിരപരാധിയാണ്, അതുപോലെ ഒരു ചതിയിൽ പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോ അത് പിന്നെ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് പോകാനായിട്ട്. എനിക്ക് എന്റെ കൂട്ടുകാരെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പോവാത്തതെന്ന് പറഞ്ഞപ്പം മോളുടെ അച്ഛന് വേണ്ടി അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കാം, അമ്മയ്ക്ക് വേണ്ടി, അത് അവർക്ക് വേണ്ടി അല്ലെങ്കിൽ മോക്ക് വേണ്ടി, മോളുടെ കൂടെ പഠിക്കുന്നവരൊക്കെ ഈ വർഷം എക്സാം ഒക്കെ എഴുതും. പിന്നെ മോക്ക് അടുത്ത വർഷം കൂടി ഇരുന്ന് പഠിക്കണ്ടേ, പിന്നെ എക്സാം എഴുതാനായിട്ട്. അപ്പൊ ഒരു വർഷമല്ലേ മോളെ നഷ്ടമാകുന്നത്. ഈ ഒരു വർഷം കൊണ്ട് നമുക്ക് എന്തൊക്കെ നേടാനായിട്ട് സാധിക്കും? നമ്മുടെ ടൈമെ ഒരിക്കലും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അതിങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അതനുസരിച്ച് നമ്മൾ ചെയ്യല്ലേ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് അലീനി ഇങ്ങനെ അതും ഇതും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യാണ് കേട്ടോ ബബിതേനെ. അങ്ങനെ ബബിത ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ഏതായാലും അലീന പറയുന്നതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്ന് നമ്മുടെ ബബിതയ്ക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം നമ്മുടെ അലീന ഇറങ്ങി അങ്ങ് ഇനിയിപ്പൊ നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, പിന്നെ പോകുക, എക്സാം എഴുതുക, പഠിക്കുക എന്നുള്ളതൊക്കെ മോളല്ലേ തീരുമാനിക്കണം. മോളുടെ ഇഷ്ടമാണ്. ഇനി മോൾ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അങ്ങ് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ബബിത പറഞ്ഞു, അത് പിന്നെ ഞാനേ നാളെ മുതൽ കോളേജിൽ പൊക്കോളാന്ന്. ഇത് കേട്ടതും വലിയൊരു അതിശയമായി പോയിട്ട് അലീനെ, മോൾ എന്താ പറഞ്ഞത്? നാളെ ഞാൻ കോളേജിൽ പൊക്കോളാന്നാ പറഞ്ഞത്. എന്നാ പിന്നെ നാളെ ആക്കുന്നത് എന്തിനാ? ഇന്ന് തന്നെ പൊക്കൂടെ? മോള് റെഡിയാകാം, നമുക്കൊരു കാര്യം ചെയ്യാം, കോളേജിലേക്ക് പോകാം. അല്ല അലീന വരുന്നുണ്ടോ? ഞാനും വരാം കോളേജിലേക്ക്. അതിനിപ്പോ എന്താ? കോളേജ് വരെ ഞാൻ വന്നെന്ന് ഓർത്തുണ്ടോ കുഴപ്പമുണ്ടോ? എന്നെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെങ്കിലോ ഓക്കെ, ഞാൻ വരുന്നില്ല. അല്ലാതെ വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇല്ലില്ല, വരുന്നതിന് ഒരു കുഴപ്പമില്ല, എന്റെ കൂടെ വന്നോ എന്ന് പറയണം. അപ്പം അലീന ഉള്ളത്
സത്യത്തിൽ നമ്മുടെ ബബിതയ്ക്ക് ഒരു ധൈര്യമായിട്ട് തന്നെ ബബിതയ്ക്ക് തോന്നും അലീന കൂടെ ഉണ്ടെങ്കിൽ എന്തോ ഒരു ധൈര്യം പോലെ നമ്മുടെ ബബിതയ്ക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അലീന വന്നോ കൂടെ എന്നിങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പൊ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നേരെ ഓടി ചെല്ലുന്നുണ്ട്. ഞാൻ എന്റെ അച്ഛനോട് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അലീന നേരെ ബാലചന്ദ്രന്റെ റൂമിലേക്ക് ഓടി ചെല്ലുന്നത്. അങ്ങനെ അങ്ങോട്ടൊക്കെ ഓടി ചെല്ലാം. അങ്ങോട്ടേക്ക് ഓടി ചെന്നിട്ട് അത് പിന്നെ ദേ ബബിതയെ സ്കൂളിലല്ല കോളേജിൽ പോകാന്ന് പറഞ്ഞു അച്ഛാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബബിത കോളേജിൽ പോകാന്ന് പറഞ്ഞോ? അവളോട് ഞാൻ ആവുന്ന നിർത്തി പറഞ്ഞു ഞാനല്ലോ കോളേജിൽ പോകാനായിട്ട്. അവളല്ലേ തട്ടുമുട്ട ഓരോ ന്യായങ്ങളൊക്കെ പറഞ്ഞ് ആടിക്കൊഴഞ്ഞ് ഒഴിഞ്ഞു മാറിയിരുന്നത്. അതൊന്നും എനിക്കറിയില്ല അച്ഛാ. ഞാൻ അവളോട് കോളേജിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതുപോലെ അവളുടെ ജീവിതം, ഭാവി, ബാക്കിയുള്ളവരുടെ കാര്യങ്ങള്. പിന്നെ എന്തിനാ പുറത്തിറങ്ങാൻ മടിക്കുന്നത്? നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ പുറത്തിറങ്ങണം. എത്ര നാൾ ഇങ്ങനെ മടിച്ചിരിക്കാൻ പറ്റും എന്നൊക്കെ ഒന്ന് ചോദിച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്കും അവള് സമ്മതിച്ചു. അവള് ഇപ്പം കോളേജിൽ പോകാൻ റെഡിയാവുന്ന പറഞ്ഞത്. ഏതായാലും രക്ഷപ്പെട്ടു. ഏതായാലും കോളേജ് വരെ ഞാനും കൂടെ പോട്ടെ എന്ന് പറഞ്ഞപ്പോ നീ എന്തിനാ കോളേജിൽ പോകുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമുണ്ട്. അവളെ എന്നോടും കൂടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അവൾക്കൊരു ധൈര്യത്തിനെ ഞാനിങ്ങ് പോയേക്കാം. അപ്പൊ നമ്മുടെ ബാലചന്ദ്രൻ ചോദിച്ചു, എന്ത് മാജിക്കാടി നീ പ്രയോഗിച്ചത്? അല്ല, നീ എന്ത് മാജിക്ക് പ്രയോഗിച്ച ബബിതേനെയും രോഹിത്തിനെയും ഒക്കെ വശത്താക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അല്ല ഞാൻ എന്ത് മാജിക്ക് പ്രയോഗിച്ച അച്ഛനെ വശത്താക്കിയത്? ഞാൻ എന്തെങ്കിലും മാജിക്ക് പ്രയോഗിച്ചായിരുന്നോ? ഇല്ലല്ലോ. അപ്പോഴേ അതൊക്കെ ഇപ്പൊ അച്ഛൻ അറിയേണ്ട കാര്യമില്ല. ഞാനേ ബബിതയ്ക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കട്ടെ. അവൾ ഏതായാലും പോവാന്ന് സമ്മതിച്ചതല്ലേ. അല്ല മോളെ, പോയി കഴിയുമ്പോഴത്തേക്കും ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് പെട്ടെന്ന് ഒരു ഇത് തോന്നിയാലേ പിന്നെ അവള് കോളേജിൽ പോകുമോ? തിരിച്ചു പോരത്തില്ലേ? ആരും ഒന്നും പറയാൻ പോകുന്നില്ല. അച്ഛനോട് ആരാ പറഞ്ഞത്? അവിടെയും ഇവിടെയും നിന്ന് പലതും പറയാൻ ആൾക്കാരൊക്കെ ഉണ്ടാകും. പക്ഷേ മുഖത്ത് നോക്കി പറയാന് അങ്ങനെ ആരും വരത്തില്ല. അങ്ങനെ ധൈര്യപ്പെട്ട ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറഞ്ഞു. ഈ ഒരു സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ നിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്യ്. ഇപ്പം എല്ലാരും പറയുന്ന പോലെ അലീനയുടെ ഭരണമാണല്ലോ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞപ്പോ, ഓഹോ, അച്ഛനും ഇപ്പം അലീനയുടെ ഭരണം ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞ ഞാൻ വെറുതെ പറഞ്ഞ, നീ ചെല്ല് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീനയെ അവിടുന്ന് പറഞ്ഞു വിടാണ്. അപ്പൊ അലീന കിച്ചണിൽ പോയി പണിയും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പൊ ഈ സമയത്ത് നമ്മുടെ കൃഷ്ണമോൾ അവിടെയുണ്ട്. അപ്പൊ കൃഷ്ണമോളോടും ചെന്ന് പറയാണ്, നമ്മുടെ അലീന പറയാണ്, അതെ ബബിത കോളേജിൽ പോകാന്ന് സമ്മതിച്ചെന്ന്. ബബിത ചേച്ചി അതിശയം പോയി, കോളേജിൽ പോകാൻ സമ്മതിച്ചെന്നോ? എന്റെ അലീന ചേച്ചിനെ കൊണ്ടല്ലേ ഇതൊക്കെ പറ്റത്തുള്ളൂ. എങ്കിലും എന്റെ ചേച്ചി സമ്മതിച്ചല്ലോ ബബിത ചേച്ചി കോളേജിൽ പോകാന്ന്. അത് തന്നെ വലിയൊരു അത്ഭുതമാട്ടോ. ഓ, എങ്കിലും എങ്ങനെയാ സാധിച്ചെടുത്തത്? എന്തൊക്കെയാ പറഞ്ഞത്? പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ അവൾക്ക് കാര്യം പിടികിട്ടി. നീ പറയുന്ന പോലെ അത്രയ്ക്ക് ഭയങ്കരമൊന്നും അല്ലെന്നേ ബബിത. നമ്മൾ പറഞ്ഞാൽ പറഞ്ഞെടുത്ത് തന്നെ നിൽക്കും. അവക്കും ഇപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിയിട്ടുണ്ട്. പിടികിട്ടാത്തത് ആർക്കാ? അമ്മയ്ക്കാണല്ലേ. അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടുകയാണെങ്കിൽ എത്ര എളുപ്പമായിരുന്നു. പിന്നെ അലീന ചേച്ചിക്ക് ഇവിടെ ഇരുന്നാ മതിയായിരുന്നല്ലോ. പണി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു സർവന്റിനെ അമ്മ കൊണ്ടുവരും. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ആ സർവന്റ് ജോലി ചെയ്തു തരും. അലീന ചേച്ചിക്ക് ജോലിക്കോ അല്ലെങ്കിൽ പഠിക്കാനോ ഒക്കെ പോകത്തില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒന്ന് പതുക്കെ പറയുന്നുണ്ടോ നീ? അത് ഇനി മേഡം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി എന്ന് പറയുമ്പോ, മേഡം എന്ന് വിളിച്ച് മടുത്തില്ലേ അലീന ചേച്ചി? ഇനിയെങ്കിലും അമ്മ എന്നൊന്ന് പറഞ്ഞൂടെ? ഇല്ല മോളെ, ഒരിക്കലും ഞാൻ കേറി മേഡത്തിനെ അമ്മ എന്ന് വിളിക്കില്ല. എന്നെ മോളെന്ന് മനസ്സിലാക്കി എന്നെ മോളായിട്ട് അംഗീകരിക്കുന്നു, എന്നെ മോളെന്ന് മനസ്സിലാക്കി വിളിക്കുന്നു, അന്ന് മാത്രമേ ഞാൻ എന്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കത്തുള്ളൂ. ഇല്ലാതെ ഒരിക്കലും എനിക്ക് അമ്മ എന്ന് വിളിക്കാനായിട്ട് എന്റെ നാവ് പൊങ്ങില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് നമ്മുടെ അലീന നേരെ പോയിട്ട്, അപ്പൊ നേരെ കൃഷ്ണമോള് ബബിതയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, എന്തു പറ്റി കോളേജിൽ പോകാന്ന് തീരുമാനിച്ചത്? അലീന ചേച്ചി മനസ്സ് മാറ്റിയല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒന്നും മിണ്ടണില്ല. ഒരു ചമ്മലും ഒരു ചമ്മി നാറി വിളറി വെളുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ബബിതയ്ക്കുള്ളത്. അപ്പോഴത്തേക്ക് വീണ്ടും എന്ത് പറ്റി? ചമ്മ ഒന്നും വേണ്ട, അലീന ചേച്ചി സമ്മതിപ്പിച്ചെടുപ്പിച്ചതല്ലേ. എനിക്കറിയാം ഇത് ബബിതേച്ചിയുടെ തീരുമാനമൊന്നും അല്ല, ഇത് അലീന ചേച്ചിയുടെ തീരുമാനം തന്നെയാ. എനിക്ക് നന്നായിട്ട് അറിയാം. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ എടുത്ത ഈ തീരുമാനമാണ് കേട്ടോ. തീരുമാനം എന്നൊക്കെ പറഞ്ഞാൽ തീരുമാനം. ഇനി കോളേജിൽ പോണം. അറിയാമോ, ഞാന് കോളേജിൽ പോയപ്പോഴത്തേക്കും ആരെങ്കിലും എന്നെ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലെന്നേ, എന്നെ ആരും ഒന്നും പറഞ്ഞില്ല. കൂട്ടുകാരികൾ കളിയാക്കിയിട്ടില്ല, ടീച്ചേഴ്സ് കളിയാക്കിയിട്ടില്ല, വഴി കൂടെ പോകുന്നവര് കളിയാക്കിയിട്ടില്ല. എന്നെ ആരും ഒന്നും പറഞ്ഞില്ല. പിന്നെയല്ലേ കോളേജിൽ പഠിക്കുന്ന ചേച്ചീനെ പറയാൻ പോകുന്നത്. മാത്രല്ല ഞാൻ പോയ സമയത്ത് അറിയായിരുന്നല്ലോ, ഭയങ്കരമായിട്ടും പ്രശ്നം രൂക്ഷമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ലേശം ആറി തണുത്ത് പിന്നെ രോഹിത്തേട്ടൻ തെറ്റുകാരനല്ലെന്നും ഏകദേശം എല്ലാ ആളുകളുടെയും ചെവിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്തിനാ പേടിക്കുന്നത്? ബബിത ചേച്ചി ധൈര്യമായിട്ട് അങ്ങ് പൊക്കോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നോടെ ആ അലീന കൂടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അലീനയോ? പറഞ്ഞിട്ടില്ലേ അലീന ചേച്ചി എന്ന് വിളിക്കണമെന്ന്?
ആ അലീന ചേച്ചിക്ക് അലീന ചേച്ചി, എന്നിട്ട് ഇപ്പൊ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ? അലീന ചേച്ചി കൂടെ വരണം, അലീന ചേച്ചി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാം, അലീന ചേച്ചി എന്തെങ്കിലും അവസ്ഥയിൽ സഹായിച്ച ആ സഹായം മേടിക്കാം. എന്നിട്ടും മനസ്സിന് അങ്ങോട്ടൊരു തൃപ്തി വരുന്നില്ലല്ലോ. എന്ത് പറ്റി ബബിത ചേച്ചി എന്ന് ചോദിച്ചപ്പം അത് പിന്നെ വേറൊന്നുമല്ല, എനിക്ക് അവളോട് പ്രത്യേകിച്ച് എന്താ ദേഷ്യം, എനിക്ക് അവളോട് ദേഷ്യമൊന്നുമില്ല, പിന്നെ അമ്മയും അച്ഛനും ഇങ്ങനെ അകന്ന് കഴിയാൻ കാരണം അവളാണല്ലോ എന്ന് ഓർത്തിട്ട്. അതാണ് ബബിതേച്ചിയുടെ ഒക്കെ തെറ്റിദ്ധാരണ. അങ്ങനെ അകന്നു മാറി കഴിയാനേ അലീന ചേച്ചി ഒരു കാരണമല്ല. അലീന ചേച്ചി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അവരകന്നു മാറി കഴിയും. നമ്മുടെ അമ്മയുടെ സ്വഭാവമേ അത്രയ്ക്ക് നല്ല പൊന്നും കൂടെ സ്വഭാവമല്ലേ. പിന്നെ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ശരിയാവും ബബിതേച്ചി. ഇപ്പം ബബിതേച്ചി വേറെ ഒന്നും നോക്കണ്ട, കോളേജിൽ പോകുന്നതൊക്കെ കൊള്ളാം, ആ മുടിയന്റെ പുറകെ നടക്കാതെ സൂക്ഷിച്ചോ. വെറുതെ എന്തിനാ രോഹിതേട്ടനെ പോലെ ഏതെങ്കിലും കുരുക്കിൽ ചെന്ന് പെടുന്നത്, അതിന്റെ ആവശ്യമുണ്ടോ? അതുകൊണ്ട് മര്യാദയ്ക്ക് കോളേജിൽ പോവാ, മര്യാദയ്ക്ക് വരിക. അപ്പോഴത്തേക്ക് നമ്മുടെ ബബിതയ്ക്ക് ദേഷ്യം വരുമ്പോൾ ബബിത പറഞ്ഞു, നിർത്ത്, നീ എന്റെ അനിയത്തിയാ, നീ എന്റെ ചേച്ചി ആവല്ലേ. ദേ ചെറിയ വായിൽ വർത്താനമായിട്ട് അവള് വന്നിട്ടുണ്ട്, നീ പഠിക്കാൻ പോകുന്നോടെ പഠിക്കാൻ പോക്കോ, നിനക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ നീ ചെയ്തോ, അല്ലാതെ എന്നെ അടിച്ചേൽപ്പിക്കാൻ വരണ്ട. ആ ഞാന് അലീനയെ അറിയുകയൊക്കെ ചെയ്തു, അലീനയെ ഞാൻ അംഗീകരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ എന്നെ ആരും അടിച്ചമർത്തിയാല് അത് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇത്രമെങ്കിലും ഒന്ന് സമ്മതിച്ചല്ലോ എന്ന് പറഞ്ഞ് കൃഷ്ണമോൾ അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശിവനെയാണ്. അപ്പം ശിവൻ പതുക്കെ മനുവിനോട് പോയി പറയാണ്, അത് പിന്നെ എങ്ങനെയാടാവേ, ഇത്രയൊക്കെ ആയില്ലേ, ഇനിയിപ്പോ എങ്ങനെയെങ്കിലും നമുക്ക് ഹരീനെ പുറത്തിറക്കണ്ടേന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ മനു പറഞ്ഞു, അതിപ്പോ എങ്ങനെ പുറത്തിറക്കാനാ അച്ഛാ, നമ്മൾ വിചാരിച്ചാൽ പറ്റുന്ന കേസ് വല്ലതും ആണോ, നമ്മൾ എവിടം വരെ പോയി, അങ്ങേറ്റം വരെ പോയിട്ട് എന്തെങ്കിലും സാധിച്ചെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴും കമല ഇങ്ങ് വന്നു. കേൾക്കാനങ്ങാണ്ട് ഇങ്ങനെ ഓർത്തിരിക്കുകയായിരുന്നു, എപ്പോഴാണ് ശിവൻ പോയി നമ്മുടെ മനുവിനോട് പറയുന്നത് കണ്ട് കേൾക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. അപ്പൊ ശിവൻ വന്നു, അല്ല മനു വന്ന ഉടനെ ശിവൻ ഇങ്ങനെ പറയുന്നത് കേട്ടു. കമല വന്നിട്ട് പറഞ്ഞു, അത് പിന്നെ മനു, നീ പറയുന്നത് ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്, വേറൊന്നുമല്ല. ദേ ആ അലീനയില്ലേ, അവളുടെ പുറകെ നടന്നിട്ട് പോയി കാര്യങ്ങളൊക്കെ സാധിച്ചെടുത്തില്ലേ, അതുപോലെ അലീനയോട് പറ, ആ പെങ്കുച്ചിനോട് പറയാൻ നമ്മുടെ ഹരിയും നിരപരാധിയാണെന്ന്. അവൻ നിരപരാധിയാണെന്നേ, അവൻ നിരപരാധിയാണെന്ന് പറഞ്ഞാലേ ചിലപ്പം പറയും, അതുറപ്പാ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മനു പറഞ്ഞു, എന്താ അമ്മ പറഞ്ഞത്, അമ്മയോട് എത്ര തവണ പറഞ്ഞാലും തലയിൽ കയറത്തില്ലേ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, ആരാ നിരപരാധി, അമ്മയുടെ മോൻ നിരപരാധിയോ? ഇപ്പോഴും അവൻ നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ടാണോ അമ്മ നടക്കുന്നത്? കഷ്ടം. അമ്മയുടെ മോനെ ഒരിക്കലും പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവൻ ചെയ്ത ശിക്ഷയ്ക്കുള്ളതാണ് അവന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവൻ ചെയ്ത ശിക്ഷയ്ക്കുള്ള വിഹിതം അവൻ അനുഭവിക്കുന്നു. രോഹിത് തെറ്റൊന്നും ചെയ്തില്ല. അങ്ങനെ രോഹിത് പുറത്തിറങ്ങി, അല്ലാതെ അലീനെ വിചാരിച്ചിട്ടല്ല രോഹിത് പുറത്തിറങ്ങിയത്. അതാദ്യം നമ്മ മനസ്സിലാക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും, എന്റെ പൊന്നു മനു, നിന്റെ അനിയനല്ലേടാ അവന്, നിനക്ക് നാണക്കേടില്ലേ നിന്റെ അനിയൻ ജയിലിൽ കിടക്കുന്നതിന്? ഓ എനിക്ക് നാണക്കേടുണ്ടെന്ന് ഓർത്തോണ്ട് നാണമില്ലേ അമ്മയ്ക്ക് പറയാനായിട്ട്? അമ്മയെ പോലെ ഒരു സ്ത്രീ തന്നെയല്ലേ ആ പെങ്കൊച്ചും, അമ്മയെ പോലെ അതിന് അമ്മയാകാനും അതിന് ജോലി കിട്ടാനും വിവാഹം കഴിക്കാനും ഒരു ജീവിതം അതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പെങ്കൊച്ചിനെയല്ലേ ഒന്നടങ്കം തകർത്ത് കളഞ്ഞത്. എന്നിട്ട് അമ്മയ്ക്ക് നാണമുണ്ടോ ഇതൊക്കെ വിളിച്ചു പറയാൻ? പോട്ടെ, ഇവിടത്തെ മകൾക്ക് ഇതൊക്കെ പറ്റിയെങ്കിൽ അമ്മയ്ക്ക് അംഗീകരിച്ചു കൊടുക്കുവോ? ഇളകി ചെന്നേനെ അങ്ങോട്ട്. പിന്നെ ഇപ്പൊ മകനെ ഇറക്കിക്കൊണ്ട് വരണം പോലും, അതിന് തെറ്റ് ചെയ്ത മകനെ. എനിക്ക് അതിന് പറ്റത്തൊന്നുമില്ല, ഞാൻ അതിന് പോകത്തുമില്ല, തുനിയത്തുമില്ല. എന്താണെന്ന് വെച്ചാലേ അച്ഛനും അമ്മയും കൂടെ അങ്ങ് ചെയ്താൽ മതി, എനിക്ക് ഈ രക്തത്തിന്റെ കറയിൽ പങ്കില്ല, എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനു ദേഷ്യം വന്നിട്ട് അങ്ങ് പോകാൻ തുടങ്ങും. അപ്പൊ മനുവിനോട് ചോദിക്കുന്നുണ്ട് ശിവൻ, എവിടെയാ നീ പോകുന്നതെന്ന്. അത് പിന്നെ ഞാന് ഒന്ന് അങ്ങോട്ടേക്ക് പോവാ, നെടുമ്പുരക്കിലേക്ക് പോവാ, ആന്റി വന്നിട്ട് അങ്ങോട്ടേക്ക് ഒന്നും ചെന്നില്ലല്ലോ, ചെല്ലട്ടെ, ചെന്ന് ആന്റീനെയൊക്കെ ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വൈജല്ല കമല ചോദിച്ചു, നീ എന്തിനാ ഇപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നത്? ആന്റീനെ കാണാനാണോ അതോ വേറെ വല്ലവരെയും കാണാനാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതെ ആന്റീനെ മാത്രമല്ല എനിക്ക് അലീനയും കാണണം. കാരണമേ അലീനയെ ഞാനാണല്ലോ അവിടെ കൊണ്ടാക്കിയത്. അപ്പൊ അവളുടെ കാര്യങ്ങള് ഇടയ്ക്ക് അന്വേഷിക്കുക, പറയുക, ആ ഒരു ഉത്തരവാദിത്വം എനിക്കാ ഉള്ളത്. അപ്പൊ ഞാൻ ചിലപ്പോ പോയി കണ്ടെന്നിരിക്കും. അതിനിപ്പോ നിനക്കെന്താ? അല്ല നിനക്കെന്താന്നല്ല, സോറി, അമ്മയ്ക്ക് എന്താ പ്രശ്നം? അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല വൈച്ചി ആന്റീനെ കാണണമെന്നുണ്ടെങ്കിൽ അമ്മ എന്റെ കൂടെ പോരെ. പിന്നെ ഞാൻ ആ വീടിനകത്ത് കാല് കുത്തത്തില്ല, അവനെന്നെ അടിച്ചിറക്കി വിട്ടതല്ലേ ആ ബാലചന്ദ്രൻ. എന്നിട്ട് ഞാൻ ആ വീടിനകത്ത് കാല് കുത്തണം അല്ലേ? എന്റെ പട്ടി കുത്തും. നീ പോയി കണ്ടിട്ടോ കേട്ടിട്ടോ എന്താ വാന്ന് പറഞ്ഞിട്ട് അനിയനെ സഹായിക്കണ്ട, അവനിങ്ങനെ നടന്നാ മതിയല്ലോ, രക്തത്തിനോട് ഒരു സ്നേഹം ഇല്ലാത്തവൻ, രക്തബന്ധം എന്തെന്ന് അറിയത്തില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് കുറെ പുറപുറത്തിട്ട് കമല അകത്ത് കയറി പോയി. ഈ ഒരു സമയത്ത് നമ്മുടെ ശിവൻ എന്ത് ചെയ്യാനാണ്, ജഗത്താനും കടലിലും നടുക്കുള്ളത് അവിടെ നിൽപ്പുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ മനു നേരെ ചെല്ലുകയാണ് കേട്ടോ. മനു നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു. മനു അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അലീനയെ കാണുന്നു. അലീനയെ കണ്ട് അലീന തന്നെയാണ് ഡോറ് തുറക്കുന്നത്. അപ്പൊ എന്തുണ്ടോ വിശേഷം എന്നൊക്കെ ചോദിച്ച് അലീനോട് നല്ല രീതിയിലൊക്കെ സംസാരിക്കും. ഇപ്പൊ ഞാൻ ചായ എടുത്തോണ്ട് ഒരു മനേട്ടാന്നൊക്കെ പറയുന്നു. അങ്ങനെ നമ്മുടെ ബബിത കോളേജിൽ പോകുന്ന കാര്യമൊക്കെ
അറിയുന്നുണ്ട് മനു. അങ്ങനെ മനു നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബബിതേനെ ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതിനിടയിൽ കുറച്ച് ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് നാളെ കാണാം. അപ്പൊ നാളെ ഫുൾ വിശേഷവുമായി രാവിലെ കാണാം. അപ്പൊ എല്ലാവരും മിസ് ചെയ്ത് കളയാതെ കാണണേ. രാവിലെ ഒന്ന് ഫുൾ വിശേഷവുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. വൈകിട്ട് ഇടുന്നത് പ്രമോ വിശേഷമാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് തന്നിട്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.